ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സാറ്റലൈറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫൈൻഡർ എന്ന ആപ്പ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് സാറ്റലൈറ്റ് ഡിഷ് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് കാണുന്നത്. ഇതേ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ആപ്പ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ആദ്യമായി നമ്മൾ ഇവിടെ നമ്മുടെ നെറ്റ് ഒന്നെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഓണാക്കുക, അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ഓണാക്കുക. അതേപോലെ തന്നെ ലൊക്കേഷൻ രണ്ടും ഓൺ ചെയ്തിടുക, നിർബന്ധമാണ്. അത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് വരിക. ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിലായിരിക്കും. സ്ക്രീൻ എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിലാണ് സാറ്റലൈറ്റ് എടുക്കുന്നത്. നമുക്ക് ഏത് സാറ്റലൈറ്റ് ആണ് ട്യൂൺ ചെയ്യേണ്ടതെന്ന് അറിയാനുണ്ട്. ഇത് നമുക്ക് ഞാനിപ്പോൾ നിലവിൽ ഇത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ബദർസാറ്റാണ്, 26 ഡിഗ്രിയിലുള്ള. അത് 2 സാറ്റലൈറ്റ് ഉണ്ട്. ബദർ 26 മതി. അപ്പോൾ ഞാൻ ബദർ 5 എടുക്കുകയാണ്. ഏകദേശം ബദർ 5ഉം ബദർ 6ഉം ഏകദേശം അടുത്തായിട്ടാണ്. 0.1 0.2 വ്യത്യാസമായിരുന്നു. ഞാൻ ഇതെടുത്ത ശേഷം നമുക്ക് ഇവിടെ ഈ 3 ഡോട്ടില്ല, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇവിടെ സ്ക്രീന് എന്നുള്ളത് എടുക്കുക. സ്ക്രീൻ എടുത്തിട്ട് ഇനി നമ്മൾ നിലവിൽ ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ടറിലോട്ടാണ് പോകേണ്ടത്. ഡയറക്ടറിലോട്ട് ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ഡയറക്ടർ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ LNB സ്ക്യൂ കിടക്കുന്നത് +75 ആണ്. എലവേഷൻ അസിമുത്തും നമ്മൾ ഡിഷിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഡിഷ് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുന്നതും അപ്പ് ആൻഡ് ഡൗണിൻ്റെ അളവുമാണ് ഈ എലവേഷൻ അസിമുത്ത് എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ദിശയാണ്, ഈ ഒരു ഡിഷ് ഏത് സൈഡിലോട്ടാണെന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഏത് സൈഡിലോട്ടാണെന്നുള്ളത് ഈ ഒരു കറുത്ത ഡോട്ടിൻ്റെ നേരെ, ഈ ആരോ കറുത്ത ഡോട്ടിൻ്റെ നേരെ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തിരിക്കണം. ഇപ്പോൾ ശരിക്കും ആ സാറ്റലൈറ്റ് ഏത് ദിശയിലായിരിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ദിശയിലാണ് സാറ്റലൈറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാണ്. ഇതിനകത്ത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് LNB സ്ക്യൂ ആണ്. ഈ LNB സ്ക്യൂ ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സാറ്റലൈറ്റിൽ സാറ്റലൈറ്റ് ഇത് ഡയറക്ഷൻ തിരിക്കാനായിട്ട്. ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞിട്ട് വേണം എലവേഷനും അസിമുത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ. വീഡിയോയിൽ നമ്മൾ കാണുന്ന ഈ LNB സ്ക്യൂവും അതേപോലെ എലവേഷനും അസിമുത്തും എനിക്ക് കിട്ടിയ ഈ അളവുകൾ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്തല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ മറ്റേതെങ്കിലും പ്രദേശത്തു നിന്നോ മറ്റേത് രാജ്യത്തു നിന്നോ ആയിരിക്കും ഇത് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടുത്തെ GPS ഓൺ ചെയ്തുകൊണ്ട് വേണം ഈ അളവുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഡയറക്ടറിൽ കറക്റ്റ് അളവ് കാണിച്ചു തരും. ഈ അളവ് തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ നാട്ടിൽ ഈ ഡയറക്ടറിൽ കാണിക്കുന്ന അളവ്. അപ്പോൾ ഓരോ നാട്ടിലും ഈ അളവുകൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ LNB സ്ക്യൂ 75.2 കിട്ടിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ 65ഓ 78ഓ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അളവുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ ഞാൻ ഓൺ ചെയ്ത GPS-ന്റെ കറക്റ്റ് ലൊക്കേഷൻ അല്ല നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും അളവ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഈ അളവ് തന്നെ നിങ്ങൾ അനുകരിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ ആപ്പ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ ഞാൻ LNB സ്ക്യൂ ഇതിനകത്ത് നമ്മൾ കണ്ടത് എത്രയാണ്, 75.2 ആണ്. 75.2 LNB സ്ക്യൂ എങ്ങനെയാണ് ഈ LNBയിൽ വെക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഇവിടെ LNBയിൽ നോക്കുകയാണെങ്കിൽ കുറേ അളവുകൾ എഴുതിയിട്ടുണ്ട്. ഇത് ഈ സൈഡിലോട്ട് എഴുതിയൊക്കെ മൈനസ് ആണ്, നമുക്ക് പ്ലസ് ആണ് വേണ്ടത്. ഇത് 0 കണ്ടോ നിങ്ങൾ, 0. ഇങ്ങനെ സൈഡോട്ട് തിരിക്കും തോറും -25 ഇങ്ങനെ 100 150 180 വരെ പോവും ഇങ്ങോട്ട്. ഇത് 0 ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു അളവ്, ഈ 0 ഇല്ലേ,
ഈ ഹോൾഡറിൽ കാണുന്ന 0 പോയിന്റ് അല്ലെങ്കിൽ ഹോൾഡറിന്റെ സെന്റർ പോയിന്റ്, ഈ സെന്റർ പോയിന്റിൽ വേണം നമ്മൾ +75.2 നമ്മൾ ആ ഡയറക്ടറിൽ നമ്മൾ മൊബൈലിൽ കണ്ടത്. അപ്പം നമ്മൾ തിരിക്കേണ്ടത് ഇങ്ങനെ സൈഡിലോട്ടാണ്. ഉണ്ടോ, +25 +50 +75.2 നമ്മൾ കണ്ടത് അല്ലേ. ഇതാണ് 75 രൂപ. സൂക്ഷിച്ച് നോക്കിക്കോ. ഈ ഒരു 0 പോയിന്റിന്റെ നേരെ നിങ്ങൾ, അതായത് ഹോൾഡറിന്റെ സെന്റർ ഭാഗം, ഹോൾഡർ നമ്മൾ ഇതാണ് LMB ഹോൾഡറിന്റെ സെന്റർ ഭാഗം, അതായത് 0 ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഈ +75, ഇത് പ്ലസ് ആണ്, ഒക്കെ പ്ലസ് അളവുകളാണ്. +150 വരെ പോകും. ഇങ്ങോട്ടും കൊടുക്കും കേട്ടോ. സാറ്റലൈറ്റ് ഇങ്ങോട്ടും അളവുകളുണ്ട്. ഇവിടം വരെ മാത്രമല്ല, ഇതുപോലെ അവർ അടയാളപ്പെട്ടി എത്ര മാത്രം ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ +75. ഇതാണ് എൻ്റെ ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ LNB SKU എന്ന് പറയുന്നത്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് LNB SKU. ഇനി പലർക്കുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് അസിമുത്ത്, എന്താണ് എലവേഷൻ എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അസിമുത്ത് എന്ന് പറഞ്ഞാൽ ഡിഷിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഇങ്ങനെ തിരിക്കുന്നതാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിനാണ്, ഈ ഒരു അളവിനെയാണ്, ഇങ്ങനെ തിരിക്കുന്നതിനാണ് അസിമുത്ത് എന്ന് പറയുന്നത്. ഇനി എലവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ, ഡിഷിനെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതിനെയാണ് എലവേഷൻ അളവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഡിഷിന്റെ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എലവേഷൻ അളവുകൾ, എലവേഷന്റെ ഓരോ അളവുകളും എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആപ്പ് വെച്ച് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടും. LMB പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫൈനലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം കറക്റ്റ് നിങ്ങളുടെ സ്റ്റാൻഡ്, നമ്മുടെ ഡിഷിന്റെ സ്റ്റാൻഡ് കറക്റ്റ് ലംബം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നൽ എന്ത് ചെയ്യില്ല, കിട്ടില്ല. അപ്പോൾ നമ്മൾ LNB SKU ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. LNB SKU അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 90%, 100% സിഗ്നൽ പിടിക്കാം. അതായത് ഫോൺ വെച്ചിട്ട് എങ്ങനെ ഇത് ട്രാക്ക് ചെയ്യാം, അതായത് നമ്മുടെ ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ബദർസാറ്റ് പിടിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മൊബൈൽ എടുക്കാം. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് മൊബൈലും അതേപോലെ ക്യാമറയും എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റൂൾ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ചാരി വെച്ചിട്ടുണ്ട് ട്രാക്ക് ചെയ്തിട്ട്. അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ, അതായത് DB മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഞാൻ സിഗ്നൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റൂൾ വെച്ചിട്ട് ഞാൻ ആ ഡിഷിനെ ചാരി നിർത്തിയേക്കണം. അപ്പം ഈ ലംബം ആക്കി വെക്കുന്നതിലൊന്നും വലിയ കഥയില്ല. ഇത് 2 അടിയുടെ ഡിഷാണ്. അപ്പോൾ ആ ഒരു സിഗ്നലേ കിട്ടുള്ളൂ. 39% കിട്ടുന്നുണ്ട്. അതായത് ചാനൽ ലോക്കായിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടെ വലിയ ഡിഷാണെങ്കിൽ, ഇപ്പോൾ ആ കാണുന്ന ഒരു ഡിഷാണെങ്കിൽ നമ്മൾ കുറേയും കൂടെ ഒരു 60-70% സിഗ്നൽ കിട്ടും. എന്നാൽ ഇവിടെ നല്ലൊരു മറവാണ്, അതും ഒരു കാരണം തന്നെയാണ്. ഞാൻ ഈ ഫോണിൽ വെച്ചിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഫോണ് ഞാൻ നല്ല എടുത്താണ്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് ഇത് പിടിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ആദ്യം ഈ സാധനം ഇവിടെ വെച്ചിട്ട്, ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ഡോട്ട് കറക്റ്റ് ആ ഒരു ഹോളിന്റെ ഉള്ളില്, അതായത് താഴെ ഒരു ഡോട്ട് ഉണ്ട്, അത് കറക്റ്റ് ഇവിടെയും കൂടെ വെക്കുകയാണെങ്കിൽ അത് ഏതാ സാറ്റലൈറ്റ് അവിടെ ഇരിക്കുന്ന മനസ്സിലാവും. ശരിക്കും ഇതാണ് നോക്കേണ്ടത്. ഈ ഒരു ഡോട്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇത് വെച്ചിട്ട് കണ്ടില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെയാണ് ഡിഷ് നമ്മൾ വെക്കേണ്ടത്. വെച്ചപ്പോൾ കണ്ട കറക്റ്റ് സെറ്റാണ്. ഈ പറഞ്ഞ ആപ്പ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നു. വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ബേക്കിൽ വെക്കുകയാണെങ്കിൽ ഇതാണ് ഉണ്ടാവും കേട്ടോ. അതിൽ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. കറക്റ്റ് ആക്യുറേറ്റ് തന്നെ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എത്ര കിട്ടി? 39% സിഗ്നൽ ഈ ഒരു TP വന്നിട്ടുണ്ട്. ബദർസാറ്റ് 26 ഡിഗ്രിയിൽ. ഓക്കെ, ഈ ഒരു
ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡിഷ് ജസ്റ്റ് ഒന്ന് അനക്കുമ്പം അതിന്റെ സിഗ്നൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഉണ്ടോ? അനക്കിയപ്പോൾ പോയതുണ്ടോ? ഉണ്ടോ? ഇങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യേണ്ടത്.